കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഈ മന്ത്രോച്ചാരണത്തോടെ നമുക്ക് ശ്രീലകത്തേക്ക് മനസ്സിനെ അർപ്പിക്കാം. ഭക്തലക്ഷങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് ഉച്ചപൂജയ്ക്ക് ഭഗവാൻ എഴുന്നള്ളിയിരിക്കുന്നത് അതീവ ഹൃദ്യമായ ഒരു രൂപത്തിലാണ്. തൻ്റെ ഭക്തരെ പ്രളയത്തിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്ന ഗോവർദ്ധന ധാരിയായിട്ടാണ് പൊന്നുണ്ണി ഇന്ന് പുഞ്ചിരി തൂകി നിൽക്കുന്നത്. ഇന്ദ്രൻ്റെ കോപത്തിൽ നിന്ന് ഗോകുലത്തെ രക്ഷിക്കാനായിട്ട് ഗോവർദ്ധന പർവ്വതം കുടയായി പിടിച്ച ആ ലീലയാണ് ശ്രീലകത്ത് ഇന്ന് പുനഃസൃഷ്ടിച്ചിട്ടുള്ളത്. ചന്ദനം കൊണ്ട് മനോഹരായി ചാർത്തിയ ഗോവർദ്ധന പർവ്വതം, അതിനു മുകളിൽ പച്ചപ്പട്ടു വിരിച്ചതുപോലെ തുളസിപ്പൂക്കൾ വിതറിയിട്ടുണ്ട്. ചെടികൾ നിൽക്കണ പോലെ മലയിൽ. ഇത് ഭഗവാൻ പ്രകൃതിയുടെ സംരക്ഷകനാണ് എന്ന സത്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇടത് കൈയിലെ ചെറുവിരലിൽ പർവ്വതം ഉയർത്തിപ്പിടിച്ച് സർവഭാരവും താൻ ഏറ്റെടുക്കുന്നു എന്ന് ഭഗവാൻ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഭഗവാന്റെ ഓരോ ആഭരണവും ഭക്തന്റെ കണ്ണിന് കുളിർമയാണ്. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ കാശിമാല, മുല്ലപ്പൂവിൻ്റെ വിശുദ്ധിയുള്ള മുല്ലമൊട്ടുമാല, സ്വർണത്തിൻ്റെ തിളക്കമുള്ള വിവിധ ഹാരങ്ങൾ കണ്ണൻ്റെ കഴുത്തിൽ മാറിൽ ആയിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കൈകളിൽ തോൾവളകളും കൈവളകളും ശോഭിക്കുന്നുണ്ട്. പിച്ച വയ്ക്കുന്ന ആ ഉണ്ണിക്കാലുകളിൽ പൊൻതളകൾ കിളിങ്ങണുണ്ട്. ശിരസിൽ പൊൻകിരീടം ശോഭിക്കുന്നു. അതിനു മുകളിലായിട്ട് വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടുള്ള തിരുമുടിമാല ഭഗവാന്റെ മുഖത്തിന് മാറ്റുകൂട്ടുകയാണ്. ആ മന്ദഹാസം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഉപരിയായി നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റുന്ന ആ മന്ദഹാസം ഉണ്ണിയുടെ മുഖത്തുണ്ട്. വലത് കൈയിൽ ഓടക്കുഴൽ പിടിച്ച് അത് മാറോട് ചേർത്ത് ഒരു കുസൃതി കണ്ണനായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. യശോദമ്മ അലങ്കരിച്ചൊരുക്കിയ ഉണ്ണിക്കണ്ണൻ്റെ ആ ചൈതന്യം ഇന്ന് നമ്മുടെ ശ്രീലകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ആ മുഖത്തെ പുഞ്ചിരി കണ്ട് എല്ലാവരും സായുജ്യമടയനാണ്. ഭഗവാന്റെ കഴുത്തിൽ തുളസിയും തെച്ചിയും ചേർത്തുള്ള വനമാലകൾ ചാർത്തിയിട്ടുണ്ട്. വിധാനായിട്ട് 5-6 ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. താമര, തെച്ചി, തുളസി എന്നിവയൊക്കെ ചേർത്ത് കെട്ടിയുള്ള ഉണ്ടമാലയാണ് വിധാനായിട്ട് ചാർത്തിയിട്ടുള്ളത്. ഈ ഗോവർദ്ധന ഗിരിധാരീനെ മനസ്സിൽ സ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളാവുന്ന പർവ്വതങ്ങളും എല്ലാം ഭഗവാൻ എടുത്തു മാറ്റുമെന്ന വിശ്വാസം നമുക്ക് ഊട്ടിയുറപ്പിക്കാം. അമ്മയുടെ മടിയിൽ ഒളിക്കുന്ന ആ കുഞ്ഞു കണ്ണൻ നമ്മെയും നമ്മുടെ എല്ലാവരെയും, സന്മനസ്സുള്ള എല്ലാവരെയും അവർ ഭഗവാന്റെ കാരുണ്യത്തിൽ സംരക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നാമം ജപിക്കാം. ഉറക്കെ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ.